ഹായ് സ്റ്റുഡൻസ്, ഏവർക്കും എസ് ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ. വ്യത്യസ്ത പഠന തന്ത്രങ്ങളുമായി ഇതാ എസ് ഹിന്ദി ചാനൽ നിങ്ങളോടൊപ്പം. ഹിന്ദിക്ക് പരീക്ഷയിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാൻ എസ് ഹിന്ദി ചാനൽ കാണൂ, വിജയം ഉറപ്പാക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എസ് ഹിന്ദി ചാനൽ കാണുന്ന കുട്ടികൾക്ക് ഹിന്ദിക്ക് A+ ഉറപ്പ്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ആദ്യത്തെ ഇക്കായിലെ രണ്ടാമത്തെ ലെസണായ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ടിപ്പണിയിലെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ കവിത ലഗാതാർ നഹീ ജാനേ ഓർ ജാനേ കാ ബയാൻ കർത്തേ ജാती है. शिल्प की इस बारीक कारीगरी को देखिए. കവിത ലഗാത്താർ, കവിതയിലുടനീളം, നിരന്തരം അല്ലേ, കവിത ലഗാത്താർ, കവിതയിലുടനീളം, നഹീം ജാനെ അറിവില്ലായ്മയെക്കുറിച്ചും ഓർ ജാനെ അറിയുന്നതിനെക്കുറിച്ചും ബയാൻ കർത്തി ജാത്തി ഹെ, ഒരു മൊഴി കണക്ക് അല്ലേ, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അറിവില്ലായ്മയെക്കുറിച്ചും അറിയുന്നതിനെക്കുറിച്ചും ആവർത്തിച്ച് പറയുന്നുണ്ട്. ശില്പ കെ ഇസ് ബാരിക് കാരിഗരി കോ ദേഖി. ശില്പപരമായ ഈ ബാരിക്, സൂക്ഷ്മമായ, കാരിഗരി, രചനാ കൗശലം നമുക്കൊന്ന് നോക്കാം. ശില്പപരമായ സൂക്ഷ്മമായ കഴിവ് നമുക്കൊന്ന് നോക്കാം. അതായത് ശില്പപരമായ രചനാ കൗശലം നമുക്കൊന്ന് നോക്കാം. ഓ മുझे नहीं जानता था, അവൻ എന്നെ അറിയില്ലായിരുന്നു, ആ വ്യക്തിക്ക് എന്നെ അറിയത്തില്ലായിരുന്നു. ഹാത്ത് ബെഠാനേക്കോ ജാൻതാ ഥാ, കൈ നീട്ടുന്നതിനെ മാത്രമാണ് അറിയാവുന്നത്. അയാൾക്ക് എന്നെ അറിയില്ല, കൈ നീട്ടുന്നത് മാത്രം അറിയാം. ഹം ഏക് ദൂസരേക്കോ നഹീ ജാൻതേ ഥേ, ഹം ഏക് ദൂസരേക്കോ, നമ്മൾക്ക് പരസ്പരം, ഏക് ദൂസരെ പരസ്പരം, തമ്മിൽ, നഹീം ജാൻതേ ഥേ, അറിയത്തില്ല, ഞങ്ങൾക്ക് പരസ്പരം അറിയത്തില്ല. സാത്ത് സാത്ത് ചലന ജാൻതേ ഥേ, സാത്ത് സാത്ത് ഒരുമിച്ച് നടക്കുന്നത്, പോകാൻ മാത്രം അറിയാം. സാത്ത് സാത്ത് ചലന ജാൻതേ ഥേ, ഒരുമിച്ച് പോകാൻ മാത്രം അറിയാം. അപ്പം ഞങ്ങൾക്ക് പരസ്പരം അറിയത്തില്ല, ഒരുമിച്ച് പോകാൻ മാത്രം അറിയാം. ഏക് നഹീം ജാന്ന, ഇതേപോലെ അറിവില്ലായ്മയും, ഓർ ജാന്ന അറിയും, അറിവില്ലായ്മയെക്കുറിച്ചും അറിയുന്നതിനെക്കുറിച്ചും, കവിത മേ കിസി ലോകഗീത് കെ സ്ഥായി കി തരക് ബാർ ബാർ ലൗട്ടായി, അറിവില്ലായ്മയും അറിവും കവിതയില് ഏതോ ലോകഗീത് കെ നാടോടിപ്പാട്ടിലെ, കിസി ലോകഗീത് കെ ഏതോ നാടോടിപ്പാട്ടിലെ, സ്ഥായി കി തരക് ബാർ ബാർ ലൗട്ടാ ഹെ, വായ്ത്താരി കണക്ക് വീണ്ടും വീണ്ടും കടന്ന് വരുന്നു. അപ്പോൾ ഈ അറിവില്ലായ്മയെ അറിവും കവിതയിലെ ഏതോ, കവിതാമേ കിസി ലോകഗീത് കെ, കവിതയിലെ ഏതോ ലോകഗീത, നാടോടിപ്പാട്ടിലെ വായ്ത്താരി കണക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്നു. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ, ഗദ്യത്തിൽ എഴുതിയ ഏതെങ്കിലും കവിതയില്, ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ്, ഗീതാത്മകത ഇത്രയും इस खूबी के साथ हिंदी की किसी कविता में आया है याद नहीं आ रहेगा. അപ്പോൾ ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഏതെങ്കിലും കവിതയിൽ ഗീതാത്മകത ഇത്രയും ഖൂബി അല്ലേ, ഇത്രയും സവിശേഷതകളോടുകൂടി ഹിന്ദിയിൽ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ ഗദ്യത്തിൽ എഴുതിയ ഏതെങ്കിലും കവിതയില ഗീതാത്മകത ഇത്രയും സവിശേഷതകളോടെ ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യാദ് നഹീ ആ രഹ, ഓർമ്മ വരുന്നില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജൈസെ കിസി ഗസൽ മേ ആഖരി ഷേർ കെ ആഖരി ശബ്ദ്, ഏതെങ്കിലും ഗസലില് ആഖരി ഷേർ, അവസാന വരിയിലെ ആഖരി ശബ്ദ്, അവസാന വാക്ക് കണക്കെ ശ്രോതാവോं की जुबान पर,
ശ്രോതാക്കളുടെ നാവിൻ തുമ്പത്ത് ആപ്സെ ആപ്പ് ആ ജാത്ത ഹൈ, സ്വയം വന്ന് ചേരുന്നു. അപ്പോൾ ഏതെങ്കിലും ഗസലിലെ അവസാന വരിയിലെ അവസാനത്തെ വാക്ക് കണക്കെ ശ്രോതാക്കളുടെ നാവിൻ തുമ്പത്ത് സ്വയം വന്നു ചേരുന്നു. വൈസേഹി ഈസ് കവിതയ്ക്ക് അന്തിം ശബ്ദം. അതേപോലെ തന്നെ ഈ കവിതയിലെ അവസാന വാക്ക്, അന്തിം ശബ്ദം, അവസാന വാക്ക് സാത്ത് സാത്ത് ചലന, യാനി സാത്ത് സാത്ത് ചലന, ഒരുമിച്ച് പോകാൻ എന്നതിന് ശേഷം, സാത്ത് സാത്ത് ചലന കെ ബാദ് ശേഷം, ഒരുമിച്ച് പോകാൻ എന്നതിന് ശേഷം യദി കവിത പാഠ് യോക്ക് ദിയ ജായേ തോ, കവിതാലാപനം, കവിതാപാഠ് കവിതാലാപനം, രോക്ക് ദിയ ജായേ തോ നിർത്തിയാൽ. അപ്പോൾ ഒരുമിച്ച് പോകാൻ എന്നതിന് ശേഷം കവിത, ഈ കവിതാലാപനം നിർത്തിയാൽ തോ സുന്നേ വാലേ, കേൾക്കുന്നവര് ഖുദ് വാക്യ പൂരാ കർ ദേംഗെ, ഖുദ് സ്വയം, സ്വയം വാക്യം പൂർത്തീകരിക്കും. ഓർ കഹേങ്കെ, എന്നിട്ട് പറയും ജാൻതേ ഥേ, അറിയുമായിരുന്നു എന്ന് പറയും. അപ്പോൾ ഏതോ ഗസലിലെ എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഗസലിലെ അവസാന വരിയിലെ അവസാന വാക്ക് കണക്കെ ശ്രോതാക്കളുടെ നാവിൻ തുമ്പത്ത് സ്വയം വന്ന് ചേരുന്നു. ഈ കവിതയില് അവസാന വാക്കായ ഒരുമിച്ച് പോകാൻ എന്നതിന് ശേഷം കവിതാലാപനം നിർത്തിയാൽ കേൾക്കുന്നവര് സ്വയം വാക്യം പൂർത്തീകരിക്കും. എന്നിട്ട് പറയും ജാൻതേ ഥേ, അറിയുമായിരുന്നു. മനസ്സിലായോ ആ പാരഗ്രാഫിന്റെ അർത്ഥം? യഹ് കവിത ജാന്ന ശബ്ദക്ക്, ഈ കവിത ജാന്ന ശബ്ദക്ക്, അറിയുക എന്ന ശബ്ദത്തിന്റെ രൂഢീഗ്രസ്ത് അർത്ഥക്കോ, രൂഢീഗ്രസ്ത് പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരഹ് ബദൽ ദേത്തി ഹേ, പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. അപ്പോൾ ഈ കവിത അറിയുക എന്ന ശബ്ദത്തിന്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. इस कविता की पहली दो पंक्तियों में, ഈ കവിതയിലെ ആദ്യത്തെ ദോ പങ്ക്തിയോ രണ്ട് വരികളിൽ കവി അപ്പനി പൂരി ബാത്ത് കഹ് ദേത്താ ഹെ, കവി തനിക്ക് പറയാനുള്ള, പൂർണ്ണമായിട്ടും പറയാനുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ രണ്ട് വരിയിൽ കവി പറയുന്നുണ്ട്. तो इस कविता की पहली दो पंक्तियों में ही, ഈ കവിതയിലെ ആദ്യത്തെ രണ്ട് വരികളിൽ തന്നെ കവി അപ്പനി പൂരി ബാത്ത് കെഹ് ദേത്താ ഹെ, കവി തനിക്ക് പറയാനുള്ള, പൂർണ്ണമായിട്ടും പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കഴിയുന്നു. ശേഷ പങ്ക്തിയ, ബാക്കിയുള്ള വരികളോ ഉസി കഹേ ഗയേക്കോ, ആ പറഞ്ഞ കാര്യങ്ങള് ഓർ സഖൻ ഓർ ഗഹര കർത്തി ഹെ, കൂടുതൽ ഗാഢതയും ഓർ ഗഹര ആഴമുള്ളതുമാക്കി തീർക്കുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ രണ്ട് വരിയിൽ തന്നെ പറയാനുള്ളതെല്ലാം മൊത്തം പറയുന്നുണ്ട്. പിന്നീട് ഉള്ള വരികളിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഗാഢതയുള്ളതും ആഴമുള്ളതുമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. കവിതാക്ക സന്ദേശേക്ക്, ഇപ്പൊ ഈ കവിതയുടെ സന്ദേശം എന്താണ്? ഞാൻ ആദ്യം കവിത പഠിപ്പിച്ചപ്പോൾ തന്നെ കവിതയുടെ സന്ദേശം പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? കവിതാക്ക സന്ദേശേക്ക്, കവിതയുടെ സന്ദേശം ഇതാണ്, ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी മാനവീയ സംവേദന ഹോന ജരൂരി ഹെ. അപ്പോൾ രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വപരമായ വികാരങ്ങൾ, അല്ലെ, മാനവീയപരമായിട്ടുള്ള മനുഷ്യത്വപരമായ സംവേദനകൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ദോ മനുഷ്യോं के बीच मनुष्यता का एहसास, രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തിന്റെ പരമായിട്ടുള്ള ഫീലിങ്സും വികാരങ്ങൾ, അല്ലെ, സംവേദന ഹോന ജരൂരി ഹെ, ഉണ്ടാവേണ്ട മനുഷ്യത്വപരമായ അനുഭവങ്ങളും മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, അല്ലെ, ഫീലിങ്സും മനുഷ്യത്വപരമായിട്ടുള്ള സംവേദനകളും ഉണ്ടാവേണ്ടത് ജരൂരി ഹെ, ആവശ്യമാണ്. അല്ലാതെ ജാൻകാരിയാം ജരൂരി നഹി ഹെ, അറിവുകൾ അത്യാവശ്യമല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. കിന്തു ഏത് സന്ദേശ്, എന്നാൽ ഈ സന്ദേശം
കവിതാമേ കവിതയില് ഉപദേശ് കി തരഹ് നഹി ആത്ത, ഉപദേശാത്മകമായിട്ടല്ല കടന്ന് വരുന്നത്. കിന്തു ഇത് സന്ദേശ് കവിതാമേ, എന്നാൽ ഈ സന്ദേശം കവിതയില് ഉപദേശ് കി തരഹ് നഹി ആത്ത, ഉപദേശാത്മകമായിട്ടല്ല കടന്ന് വരുന്നത്. അപ്പോ കവിതയുടെ സന്ദേശം ഇതാണ്. രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തിന്റെ അനുഭവം, അതായത് ആ ഫീലിങ്സ്, മാനവീയപരമായിട്ടുള്ള സംവേദനകൾ ഉണ്ടാക്കുക എന്നതാണ്, അല്ലാതെ അറിവുകൾ അത്യാവശ്യമല്ലെന്നാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ ഈ സന്ദേശം കവിതയിൽ ഉപദേശാത്മകമായിട്ടല്ല കടന്ന് വരുന്നത്. ഇനി ഈ ഇത്രയും പഠിപ്പിക്കുമ്പോൾ ഈ ലെസൺ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതിൽ നിന്ന് ടിപ്പണി ചോദിക്കും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കും. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. कविता के शिल्प पक्ष पर लेखक के क्या क्या निरीक्षण है? കവിതയുടെ ശില്പപക്ഷത്തെക്കുറിച്ച് ലേഖകന്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കവിതാക്ക് ശില്പപക്ഷ पर लेखक के क्या क्या निरीक्षण है? കവിതയുടെ ശില്പപക്ഷത്തെക്കുറിച്ച് ലേഖകന്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലേഖക कहते हैं कि, ലേഖകൻ പറയുന്നത്, इस कविता में शिल्प की बारीक कारीगरी हम देख सकते हैं. ഈ കവിതയിൽ ശില്പപരമായിട്ടുള്ള രചനാകൗശലം നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അപ്പൊ ലേഖകൻ പറയുന്നത് ഈ കവിതയിൽ ശില്പപരമായിട്ടുള്ള രചനാകൗശലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. इसमें ഇതില് जानना किसी लोकगीत की स्थाई की तरफ बार बार आता है. അറിയുക എന്നത് ഏതോ നാടോടിപ്പാട്ടിലെ വായ്ത്താരി കണക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരികയാണ്. ഇസ് കവിതാമേ ഗീതാത്മകത ബോധ് ബഹുത്ത് മിൽത്താ ഹെ. ഈ കവിതയിലെ ഗീതാത്മകത ധാരാളം കാണാൻ കഴിയുന്നു. അപ്പൊ കവിതയുടെ ശില്പപക്ഷത്തെ കുറിച്ച് ലേഖകന്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കവിത का टिप्पणी लिखी. कवितांश का टिप्पणी लिखी. കവിതാംശ ടിപ്പണി लिखी. ഈ കവിതാംശത്തിന്റെ കവിതയുടെ ടിപ്പണി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. प्रस्तुत पंक्तियां श्री विनोद कुमार शुक्ल की कविता हताशा से एक व्यक्ति बैठ गया था कविता से ली गई है. അപ്പോ ഈ വരികള് വിനോദ് കുമാർ ശുക്ലയുടെ കവിതയായ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇൻ പങ്ക്തിയോ മേ, ഈ വരികളില് കവി കിസി വ്യക്തി കോ ജാനനെ കാ ഹമാര ജോ റൂട്ടി ഹോത്താ ഹൈ. കവി ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അറിയാനുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആ ചിരപരിചിതമായ പതിവ് നമുക്കുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ സാധാരണ അറിയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. വഹ് തോട് ദേത്തേഹെ, അത് തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. കിസി വ്യക്തിക്കോ ഉൻകെ നാം, ഏതെങ്കിലും വ്യക്തിയെ അയാളുടെ പേര്, ജാതി, പതേ, ഉമ്ര സെ ജാനാ നഹി, അയാളുടെ പേര്, ജാതി, അഡ്രസ്, ഉമ്ര, വയസ്സ്, അത് മുഖേനയൊന്നും അല്ല അറിയേണ്ടത്. ഉൻകെ എഹസാസും, അവരുടെ എഹസാസും, ഫീലിങ്സ്, വികാരങ്ങള്, ദർദോം സെ ജാനാ ഹെ, അവന്റെ വേദന, അതിൽ നിന്ന് വേണം നമ്മൾ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ. അല്ലാതെ പേര്, അഡ്രസ്, വയസ്സ് ഇതിൽ നിന്നല്ല അറിയേണ്ടത്. അവന്റെ ഫീലിങ്സും വേദനയിൽ നിന്നും വേണം നമ്മളത് മനസ്സിലാക്കാൻ. ദർദ് ഓർ എഹസാസ് സബ്കെ ഏക് ജൈസെ ഹോതേ ഹെ. വേദനയും ഫീലിങ്സും എല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ്, അല്ലേ മക്കളെ? ആ കവിതാംശത്തിന്റെ ടിപ്പണി എഴുതാൻ ചോദിച്ചാൽ ആ കവിത നമ്മൾ കുറച്ച് പഠിച്ചില്ലേ, അതില് ഫുള്ളായിട്ട് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ഇത്, കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നത്, കേട്ടോ. അപ്പോ ദർദ് ഓർ എഹസാസ് സബ്കെ ഏക് ജൈസെ ഹോത്തേ ഹെ, വേദനയും ഫീലിങ്സും എല്ലാവർക്കും ഒരേപോലെയാണ്, അല്ലേ? നമുക്ക് വേദനിക്കുന്ന പോലെ തന്നെ വേറൊരാൾക്കും വേദന ഉണ്ടാവുന്ന ഉസേ സമച്ചിനെ, അത് മനസ്സിലാക്കുന്നതിന്, അല്ലേ? വൈയക്തിക രൂപസെ ജാനേക്ക് ജരൂരത്തിനഹി, അവന്റെ വേദന മനസ്സിലാക്കുന്നതിന് വ്യക്തിപരമായ രീതിയിൽ അറിയേണ്ട ആവശ്യമൊന്നും ഇല്ല, അല്ലേ? ഉൻകി മദത് കർണേക്ക് ലിയേ, അവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടോ ദർദ് ഓർ എഹസാസ് സമച്ചിന ഹി കാഫി ഹെ, വേദനയും ഫീലിങ്സും മനസ്സിലാക്കുക തന്നെ ധാരാളമാണ്. ഇതാണ് ആ കവിതയുടെ
ടിപ്പണി ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കൊണ്ട് ഈ ഹതാശാ സേ ഏക് വ്യക്തി ബൈക്ക് കിയാ ഥാ എന്ന ടിപ്പണി ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് കണ്ട എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം ശ്രദ്ധാപൂർവം ക്ലാസ് കേട്ടിരുന്ന എല്ലാ കുട്ടികൾക്കും താങ്ക് യു വെരി മച്ച്.